നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഭണ്ഡാര മോഷ്ടാവ് കൊടകര പോലീസിന്റെ പിടിയിലായി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കലാകായികമേള നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ഫയർഫോഴ്സുകാരോട് കടുത്ത ആരാധന. പിറന്നാളാഘോഷം ഫയർ സ്റ്റേഷനിലാക്കി 10 വയസ്സുകാരൻ ഏബൽ സജി. വാർത്തകൾ വിശദമായി. ഭണ്ഡാര മോഷ്ടാവ് കൊടകര പോലീസിന്റെ പിടിയിലായി. കൊടകര ആളൂർ ഉറുമ്പൻകുന്ന് വെള്ളച്ചാൽ വീട്ടിൽ ബിബിൻ ബാബു എന്ന 20 വയസ്സുള്ള ബിബിനെയാണ് കൊടകര SHO PK ദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 27-ാം തീയതി ചെറുകുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ 5 ഭണ്ഡാരങ്ങൾ തകർത്ത് 35,000-ഓളം രൂപ കവർന്ന കേസിലാണ് ഇയാൾ പിടിയിലായത്. ചാലക്കുടി, ആളൂർ, കൊടകര തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള 12ഓളം കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. SI EA സുരേഷ്, ASI ആഷ്ലിൻ ജോൺ, CPO EA ശ്രീജിത്ത്, കിരൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കലാകായികമേള സമ്മോഹൻ 2024 മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിജിൽ VS സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനല ഉണ്ണികൃഷ്ണൻ, വാർഡ് അംഗം ഔസേബ് KR, ജനപ്രതിനിധികൾ, ICDS സൂപ്പർവൈസർമാരായ ബിജുമോൾ S, വിജയലക്ഷ്മി TA, ഹയറിൻ സ്കൂൾ അധ്യാപിക സിസ്റ്റർ നവ്യ, എക്സിക്യൂട്ടീവ് അംഗം KK സന്തോഷ്, അങ്കണവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, പ്രതിദിന കൂലി 600 രൂപയാക്കുക, ക്ഷേമ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ധർണ NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P തങ്കം ഉദ്ഘാടനം ചെയ്തു. സുനിത ബാലൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി TA ഉണ്ണികൃഷ്ണൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ CV രവി, PK രാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, VS നിജിൽ എന്നിവർ സംസാരിച്ചു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബൃന്ദ ഭാസ്കരൻ സ്വാഗതവും ബിന്ദു സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. 18 കൊല്ലം ഇത് വന്നിട്ട് 18 കൊല്ലം മുമ്പുള്ള കേരളമാണോ ഇപ്പൊ? 18 കൊല്ലം മുമ്പുള്ള ഇന്ത്യ തന്നെ ഇപ്പൊ ഒരു മാറ്റമില്ല. എങ്ങനെയാ അറിയാം മാറ്റമില്ലെന്ന്? ഇന്ത്യയിൽ മാറ്റമില്ലെന്ന് എങ്ങനെ അറിയാം? ഇനി ഞാൻ പേപ്പർ വായിച്ചോ? കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് 10ാം കുടുംബസംഗമം നടത്തി. അഴകം TV ഗോപി മാസ്റ്ററുടെ വസതിയിൽ നടത്തിയ കുടുംബസംഗമം ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ട്രഷറർ TA വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി. പെൻഷൻ രേഖകൾ പരിശോധിച്ച് പെൻഷൻ സംബന്ധമായ വിഷയത്തിൽ VG വേണു ക്ലാസ് എടുത്തു. സെക്രട്ടറി AV ജോൺസൺ, PG ഗിരിജകുമാരി, NF ഷീല, TV ഗോപി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഫയർഫോഴ്സുകാരോട് കടുത്ത ആരാധന. പിറന്നാൾ ആഘോഷം ഫയർ സ്റ്റേഷനിലാക്കി 10 വയസ്സുകാരൻ ഏബൽ സജി. കറുകുറ്റി എളവൂർ കവര സ്വദേശി കണ്ണമ്പുഴ വീട്ടിൽ സജി തോമസിന്റെയും ഹെൻസി സജിയുടെയും മകനായ ഏബൽ സജിയുടെ 10ാം ജന്മദിനമാണ് ചാലക്കുടി ഫയർ സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. പീച്ചാനിക്കാട് സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഏബൽ ചെറുപ്പം മുതലേ ഫയർഫോഴ്സുകാരോട് കടുത്ത ആരാധന വെച്ചു പുലർത്തിയിരുന്നു.
തൻ്റെ 9ാം വയസ്സിലെ പിറന്നാളിന് ഫയർ സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിനെക്കുറിച്ച് മാതാപിതാക്കളോട് ആഗ്രഹം പറഞ്ഞിരുന്നു. എന്നാൽ അത് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ ഏബലിൻ്റെ മാതാപിതാക്കൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് മകൻ്റെ ആഗ്രഹം അറിയിച്ചതിനെ തുടർന്ന് ഏബലിന് ഒരു സർപ്രൈസ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുകയായിരുന്നു. ചാലക്കുടി ഫയർഫോഴ്സ് അധികൃതർ കുഞ്ഞിന് പിറന്നാൾ സമ്മാനമായി ഫയർ എഞ്ചിൻ്റെ കളിപ്പാട്ടം സമ്മാനിക്കുകയും ചെയ്തു. സീനിയർ ഫയർ ആൻഡ് ഓഫീസർ PO വർഗീസ്, സനൽ ജ്യോതി സേനാംഗങ്ങളായ രജു AV, സന്തോഷ് കുമാർ PS, അനിൽ മോഹൻ, സന്ദീപ് P, നിഖിൽ കൃഷ്ണൻ, വിഷ്ണു KR, അരുൺ VN, മോഹനൻ KP, ബാലകൃഷ്ണൻ, ബാബു ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു. കർമ്മ നിരതരായി ജോലി ചെയ്യുന്നതിനിടയിൽ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ഒരു കുഞ്ഞിന്റെ ആഗ്രഹം നടത്തിക്കൊടുത്തതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ. വന്നിട്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത്. അപ്പോൾ ഏബലിന്റെ മാതാപിതാക്കള് നമ്മുടെ അനിലിനെ അറിയിച്ചത് പ്രകാരം അനിൽ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ STO അനുവാദം തന്നിട്ടുണ്ട്. അപ്പോൾ ഏബലിന്റെ ഒരു സ്വപ്നമായിരുന്നു അത് ഏബലിനെ അറിയിക്കാതെയാണ് ഏബലിന്റെ മാതാപിതാക്കള് ഇങ്ങനെ നമ്മളോട് വിളിച്ച് പറഞ്ഞതും ഏബലിനൊരു സർപ്രൈസ് കൊടുത്തു. അപ്പോൾ ഏബലിന്റെ ഈ സന്തോഷത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ചാലക്കുടി ഫയർ സർവീസും പങ്കുചേരുകയാണ്. അതോടൊപ്പം ഏബലിന്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചതിൽ നമുക്കും സന്തോഷമുണ്ട്. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊടകര ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡംഗം CDCB രക്തദാനത്തിൽ പങ്കാളിയായിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ സുധീർ സ്വാഗതം പറഞ്ഞു. IMA പ്രതിനിധി ഡോക്ടർ MG രാധാകൃഷ്ണൻ, NSS വോളണ്ടിയർ ഇവാന ബിജു, പ്രോഗ്രാം ഓഫീസർ TS സ്വപ്ന, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ NP പ്രിയ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ചാലക്കുടി ഐവിഷൻ ഐ കെയർ ഹോസ്പിറ്റലിലെ നേത്ര പരിശോധനാ വിദഗ്ധരാണ് ക്യാമ്പ് നയിച്ചത്. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററുമായ TN രാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന മാതൃഭാരതി സെക്രട്ടറി സൗമ്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ഐവിഷൻ ഹോസ്പിറ്റൽ സീനിയർ പ്രോജക്ട് ഓഫീസർ സജീവ് കുമാർ, സ്കൂൾ പ്രിൻസിപ്പാൾ PG ദിലീപ്, സ്കൂൾ മാനേജർ U പ്രഭാകരൻ, ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ, മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ, മാതൃസമിതി സെക്രട്ടറി സരിത രഞ്ജിത്ത്, മാതൃസമിതി എക്സിക്യൂട്ടീവ് അംഗം BG സുനിൽ എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും നേത്ര പരിശോധനയ്ക്ക് വിധേയരാക്കി. പ്രശ്നമുള്ളവർക്ക് തുടർ ചികിത്സയ്ക്ക് നിർദ്ദേശവും നൽകി. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി യാത്ര തുടരുകയാണ് ഒരാൾ. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും തെരുവ് നായ്ക്കളെ ശാസ്ത്രീയമായ രീതിയിൽ നിയന്ത്രിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് നജീം കുളങ്ങരയുടെ ഒറ്റയാൾ പോരാട്ടം. കൊല്ലം ജില്ലക്കാരനായ നജീം വിവിധ സർക്കാർ ഓഫീസുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി ബോധവൽക്കരണം നടത്തുകയാണ്. 3 വർഷത്തിൽ അധികമായി ഈ യാത്ര തുടരുകയാണെന്ന് നജീം ചാലക്കുടി നഗരസഭ സന്ദർശിച്ചപ്പോൾ പറഞ്ഞു. തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം അനേകർക്ക് ജീവനും ആരോഗ്യവും നഷ്ടപ്പെട്ടു. ഇനി ഇത്തരത്തിൽ ഒരു ദുരന്തം മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നജീം പറയുന്നത്. വിഷബാധയേറ്റ തെരുവ് നായയുടെ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു നജീബിന്റെ യാത്ര. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7160 രൂപ, പവന് 57,280 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഭണ്ഡാര മോഷ്ടാവ് കൊടകര പോലീസിന്റെ പിടിയിലായി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കലാകായിക മേള നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ഫയർഫോഴ്സുകാരോട് കടുത്ത ആരാധന. പിറന്നാളാഘോഷം ഫയർ സ്റ്റേഷനിലാക്കി 10 വയസ്സുകാരൻ ഏബൽ സജി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.